السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, രാമനാട്ടുകര ചെമ്മലിൽ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇശാഅത്തുദ്ദീൻ അസോസിയേഷനും രാമനാട്ടുകരയിലെ മാഹിരിയ അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാഹിരീസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റബീഉ ക്യാമ്പയിനിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുവാനും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാനും അനുകരിക്കുവാനും ആ ഹബീബിൻ്റെ സ്നേഹ വലയത്തിൽ ചേരുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. പുതിയ കാലം ശ്രദ്ധേയമായ ചിന്തകൾക്ക് അവസരമൊരുങ്ങിയിരിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് 1500 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഭൂജാതനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നബൂവത്ത് ലഭ്യമായി. പിന്നീടുള്ള 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിനിടയിൽ ഈ ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകം അവസാനിക്കുന്നതുവരെയും ലോകാവസാനത്തിന് ശേഷം നാളെ വരാൻ പോകുന്ന മഹ്ശറും അതുപോലെ നാളെ വരാൻ പോകുന്ന മീസാനും നാളെ വരാൻ പോകുന്ന സ്വർഗവും നരകവും ഉൾപ്പെടെ ഇനി അങ്ങോട്ട് മനുഷ്യ ജീവിതത്തിന് അനുഭവിക്കാൻ പോകുന്ന സത്യങ്ങളെ മുഴുവൻ ഈ ലോകത്തോട് ഇത്ര മനോഹരമായി വിളിച്ചു പറഞ്ഞ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവചനങ്ങളും സത്യമായി പുലരുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന്, അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ തൻ്റെ യജമാനനെ പ്രസവിക്കപ്പെടുന്ന ഒരു കാലം സംജാതമാകുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാം തകിടം മറിയും, കീഴ്മേൽ മറിഞ്ഞു വരും, വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും ഈ ഭൂമികയെന്ന് കാലങ്ങൾക്ക് മുമ്പുള്ള മുത്തുനബിയുടെ പ്രവചനം ഓർത്തു നോക്കൂ. നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും എടുത്തുകൊണ്ട് നാം ഒരു പരിശോധന നടത്തിയാൽ നമുക്കത് സുവ്യക്തമാകും. ഉദാഹരണത്തിന്, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഇന്ന ഡേറ്റിന് വരുമെന്ന് കൃത്യമായി പറയുകയല്ല, പകരം ഒരുപാട് അടയാളങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഓരോന്നോരോന്നോരോന്ന് നമ്മൾ ഇന്ന് കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം വസ്തുതകളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചത്. ഒരു ഉദാഹരണം പറയാം. അന്ത്യനാൾ അടുക്കുന്ന സമയം ദജ്ജാല് വന്നുകൊണ്ട് ഒരു മലമുകളിൽ കയറിക്കൊണ്ട് ആരുടേതാണ് ഈ ഖസ്റുൽ അബിയദ്, ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്ന് ഈ മസ്ജിദിനെ പറ്റിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ മദീനയിലെ പള്ളിയിലിരുന്ന് ഈ മസ്ജിദിനെ കുറിച്ച് ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാല് ചോദിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടട്ടിയുള്ള ഒരു കെട്ടിടം പോലും
മദീനയിൽ ഇല്ല. ഓർത്തു നോക്കൂ, നമ്മൾ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വെള്ളക്കൊട്ടാരം ഇന്ന് യാഥാർത്ഥ്യമായല്ലോ. എത്ര മനോഹരമായ അവസ്ഥയിലാണ് മദീനയിലെ മസ്ജിദുൻ നബവി. അത് പറയുന്ന കാലം ഓർക്കണം, ചോർന്നൊലിക്കും. താഴെ മണലാണ്, മുകളിലെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയോലകളാണ്. മുകളിൽ ഈന്തപ്പനയോല കൊണ്ട് മെടഞ്ഞ, താഴെ വെറും മണൽ ചവിട്ടുന്ന ഒരു പള്ളിയിലിരുന്നു കൊണ്ട് ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ചോദിക്കും എന്ന് പറയാൻ കഴിഞ്ഞ ഒരു നേതാവ്. ഇതെത്ര കാലങ്ങൾ കഴിഞ്ഞു. ഏതു പ്രവചനമാണ് സത്യമായി പുലരാത്തത്? അന്തരിതല്ലമത്തു റബ്ബത്തഹ എന്ന് പറഞ്ഞ അടിമ സ്ത്രീ തൻ്റെ യജമാനനെ പ്രസവിക്കും എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നത് എല്ലാം കീഴ്മേൽ മറിയും എന്നാണ്. വലിയ വ്യത്യാസങ്ങൾ വരും. സാമ്പത്തികമായി ഔന്നത്യം തീരെ ഇല്ലാതിരുന്ന, പട്ടിണി കടന്ന് ജീവിച്ചിരുന്ന ആളുകൾ വലിയ സമ്പത്തിൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കും എന്നല്ലേ ആ വാക്കിൻ്റെ ഒരർത്ഥം? അറബികളെ നാം പരിശോധിക്കുക, മിഡിൽ ഈസ്റ്റ്, അറേബ്യൻ നാടുകൾ നമ്മൾ ആലോചിക്കുക. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ മഹാനായ ഉമർ ഖാലി, വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചെന്നുകൊണ്ട്, അറേബ്യയിൽ ചെന്നുകൊണ്ട് മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയാമല്ലോ നമുക്ക് ആ ചരിത്രം. ബൈത്താൻ മുസ്ലിയാരും അതുപോലെ തന്നെ ഉമർ ഖാലിയും സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മഹാനായ സയ്യിദ് അലവി മൗലദ് ദവീല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാരാണ്. ആ മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ശിഷ്യനായ ഉമർ ഖാലി, അന്ന് ആളുകൾ, അദ്ദേഹത്തിന് വലിയ പദവിയുണ്ട്, ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രയാസഘട്ടങ്ങളിൽ മഴയില്ലാതെ വരുമ്പോൾ, അതുപോലെ പ്രാർത്ഥനാ സദസ്സുകൾ ഒരുക്കുമ്പോൾ ദുആക്ക് വേണ്ടി അദ്ദേഹത്തെയാണ് ആളുകൾ കൂട്ടിക്കൊണ്ടു പോകാറ്. രസകരമായൊരു സംഭവമാണിത്. ദുആക്ക് വേണ്ടി കൊണ്ടുപോകും. അദ്ദേഹം ചെന്ന് ദുആ ചെയ്യും. അവസാനം ഒരു പിരിവ് നടത്തും. ഈ പിരിവ് എന്തിനുള്ളതാ? മറ്റൊന്നിനുമല്ല. ആ പിരിവ് അദ്ദേഹം എടുക്കും, സംഘാടകർക്ക് കൊടുക്കില്ല, കൊണ്ടുപോകും. ബൈത്താൻ മുസ്ലിയാർക്ക് ഇത് തീരെ പിടിച്ചില്ല. രണ്ടുപേരും മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മുരീദുമാരാണ്, ശിഷ്യന്മാരാണ്. തൻ്റെ ഗുരുനാഥനോട് ചെന്നുകൊണ്ട് ബൈത്താൻ മുസ്ലിയാർ പരാതി പറഞ്ഞു. എന്താണ് പരാതി? ഉമർ ഖാലി ഇങ്ങനെ പിരിവ് നടത്തുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് അതിൻ്റെ ചുരുക്കം. മമ്പുറം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ പോകണം, എന്നിട്ട് അതിൻ്റെ മക്കയുടെ പരിസരങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്തു വരണം. പൊരുൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അത് സ്വീകരിച്ചു. അങ്ങനെ അവർ യാത്ര ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അറിയുക, അവർ യാത്ര ചെയ്തു, ഹജ്ജിന് പോയി. ഹജ്ജിന് പോയ ശേഷം അവർ യാത്ര ചെയ്തു ത്വായിഫിൻ്റെ പരിസരത്ത്, അതുപോലെ തന്നെ മക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ അവർ യാത്ര ചെയ്തു. അതിനിടയിൽ ഒരു സ്ഥലത്ത് പള്ളിയുടെ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അന്വേഷിക്കുകയാണ് ആ പള്ളിയെക്കുറിച്ച്. ആളുകൾ, പണിക്കാർ പറഞ്ഞു, ഇത് മലബാരിയായ ഒരാൾ ഉണ്ടാക്കുന്ന പള്ളിയാണ്. എന്താ പേര് എന്ന് വെച്ചു. ഉമർ മലബാരി എന്ന് പറഞ്ഞു. നോക്കണേ, അദ്ദേഹം എപ്പോഴാണ് വരാറ്? ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങൾക്ക് കാശൊക്കെ തരും, എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും. ആളെ രൂപം, ഭാവം എല്ലാം ചോദിച്ചപ്പോൾ കയ്യിൽ പിടിക്കുന്ന ബാഗ് പോലും ബൈത്താൻ മുസ്ലിയാർക്ക് മനസ്സിലാവുകയാണ് എൻ്റെ തെറ്റിദ്ധാരണ നീങ്ങാനാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്നോട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞത്. ആ മസ്ജിദ് നിർമ്മിക്കുന്ന ഉമർ മലബാരി അത് ഉമർ ഖാലിയാണ് എന്ന് ബോധ്യമാവുകയാണ് മഹാനായ
ബൈത്താൻ മുസ്ലിയാർക്ക്. ഞാൻ എന്തിനീ ചരിത്ര സംഭവത്തെ ഇവിടെ മുത്തുനബിയുടെ മീലാദിൽ അയവിറക്കി എന്ന് ചോദിച്ചാൽ, അൻ തലിതൽ അമത്തു റബ്ബത്തഹ, അന്ത്യനാൾ അടുക്കുന്ന ഘട്ടങ്ങളിൽ എല്ലാം മാറി മറിഞ്ഞു വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാലത്ത് പള്ളിയില്ലാതിരുന്ന മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉമർ ഖാലി ചെന്നുകൊണ്ട് പള്ളി നിർമ്മിച്ചു കൊടുത്തു എന്നറിയുമ്പോൾ അതെത്ര വലിയ ഒരു ചരിത്രമാണ്. അന്നവിടെ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. എന്നാൽ നമ്മൾ ഓർക്കുക, ഇന്ന് ലോകത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ നമ്മുടെ മലയാളക്കരയിൽ ഉൾപ്പെടെ ധാരാളം പള്ളികൾ നിർമ്മിക്കുന്നത് അവരാണ്. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അറബികൾ വലിയ അനുഗ്രഹത്തിൽ അവർ എത്തിച്ചേർന്നു. വലിയ അനുഗ്രഹം, അവർക്ക് വലിയ നന്മകളുണ്ടായി, വലിയ നേട്ടങ്ങളിലേക്ക് അവരെത്തി, അവർ വലിയ അവസ്ഥയിലേക്ക് മാറി. ഇന്ന് ലോകത്ത് സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിൽ കഴിയുന്ന ഒരവസ്ഥയിൽ പല അറേബ്യൻ നാടുകളും എത്തിച്ചേർന്നു. ഇതൊരു ഉദാഹരണം മാത്രം. നമ്മുടെ നാട്ടിൻപുറങ്ങൾ എടുക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒന്നുമേ സാമ്പത്തികമായി ശേഷിയില്ലാതിരുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളുകളിൽ എത്ര പേരാണ് ഇന്ന് മണിമാളികകളിൽ താമസിക്കുന്നത്? എത്ര സൗകര്യങ്ങളിലേക്കാണ് മനുഷ്യൻ ഉയർത്തപ്പെട്ടത്? ഇതെല്ലാം ആ പ്രവചനത്തിൻ്റെ പൊരുളാണ്. ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്ര മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ നടന്നു എങ്കിൽ ആ ഹബീബ് എത്രമാത്രം വാഴ്ത്തപ്പെട്ടു. അള്ളാഹു ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഹബീബ് വാഴ്ത്തപ്പെടണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അർത്ഥം നമുക്കറിയാം, ആശയം നമുക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വലാത്ത് ചൊല്ലാനുള്ള പ്രേരണയാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്നതിൻ്റെ വിവക്ഷ അള്ളാഹു മാലാഖമാരെ വിളിച്ചുകൊണ്ട് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാറുണ്ട് എന്ന് വിശദീകരണം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് ഹബീബിനെ പുകഴ്ത്തി പറയുന്നത്. വിശുദ്ധ ഖുർആനിലേക്ക് കണ്ണോടിച്ചാൽ എത്ര സ്ഥലങ്ങളിൽ അള്ളാഹു അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അങ്ങ്. എത്ര സ്ഥലങ്ങളിൽ. വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു. നോക്കൂ, എത്രയെത്ര സ്ഥലങ്ങളിൽ നബി തങ്ങളെ വാനോളം പുകഴ്ത്തി സംസാരിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അനുഗ്രഹമായിട്ടല്ലാതെ, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നാം നിങ്ങളെ നിയോഗിച്ചിട്ടില്ല. അള്ളാഹു ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അള്ളാഹു ഇഷ്ടപ്പെട്ട മുത്തുനബിയാണല്ലോ. ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു അഭിസംബോധന ചെയ്ത ഒരു ശൈലി നമുക്ക് ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം. യാ ഇബ്രാഹീം, യാ മൂസ, യാ സക്കരിയ, യാ നൂഹ്. എത്രയെത്ര സ്ഥലങ്ങളിൽ പ്രവാചകന്മാരെ പേരെടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തു. പക്ഷെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിളിച്ചത് ഖുർആനിൽ കാണാം. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ. എന്തൊരു ബഹുമാനത്തോടെ, എന്തൊരു ആദരവ്. യാ അയ്യുഹൽ മുസമ്മിൽ. അള്ളാഹു ഹബീബിനെ വാഴ്ത്തി പറയുന്ന ഭാഗങ്ങൾ നോക്കൂ. യാസീൻ, ത്വാഹ, ഓരോന്നും അള്ളാഹിൻ്റെ ഹബീബിനെ പുകഴ്ത്തി 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 അള്ളാഹു പറയുന്ന വിവിധ നാമങ്ങൾ. മറ്റു പ്രവാചകന്മാരെ പേരെടുത്ത് പറയുമ്പോൾ
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അർത്ഥത്തിൽ മനോഹരമായി പുകഴ്ത്തി പറയുന്ന അള്ളാഹുവിൻ്റെ ശൈലിയിൽ നിന്ന് മാത്രം നമുക്കെന്തു മനസ്സിലാക്കാം? അള്ളാഹു ഈ പ്രവാചകരെ എത്രത്തോളം അള്ളാഹു ബഹുമാനിച്ചു, അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ലഭ്യമായ സൗഭാഗ്യമായി നാം കണക്കാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഹബീബിനെ സ്നേഹിക്കുകയും, സ്നേഹം കേവലം ഒരു സ്നേഹത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം അതൊരു പ്രണയമായി, അതൊരു ഇഷ്കായി, അതൊരു മഹബത്തായി ഹബീബിലേക്ക് ചേരുകയും ജീവിതത്തിൽ ഹബീബിനെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൽ ഹബീബിനെ പിൻപറ്റുകയും ചെയ്യുവാൻ നാം സജ്ജമാവേണ്ടതുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാലങ്ങൾ കഴിഞ്ഞു പോകും, നൂറ്റാണ്ടുകൾ ഇനിയും നമ്മുടെ മുന്നിലൂടെ സഞ്ചരിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിടത്തേക്ക് ഈ കാലം സഞ്ചരിക്കും. അവസാനം ഇമാം മഹ്ദി വരും, അല്ലേ? മസീഹുദ്ദജ്ജാലിനെ വകവരുത്താൻ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ, ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ ഇറങ്ങി വരും. 2 മലക്കുകളുടെ ചിറകിൽ കൈകുത്തിക്കൊണ്ട് ഇറങ്ങി വരുമെന്ന് എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അന്ന് ഡമസ്കസ്, ദിമഷ്ക് എന്നൊരു വാക്ക് അറബിയിൽ പോലും അന്നില്ല. ഓർത്തു നോക്കൂ, അങ്ങനെ ഒരു കാലത്ത് വളരെ കൃത്യമായി അത് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വെള്ളമിനാരം ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നാം അതിന് സാക്ഷികളാണ്. എന്നാൽ അവസാന കാലം വരുമ്പോൾ വഅഖ ഉമ്മുഹു വഅദിന സ്വദീഖഹു വഅഖ്സ അബാഹു, ഉമ്മമാരെ ധിക്കരിക്കുന്ന കാലം വരും, അല്ലേ? ഉപ്പമാരെ അകറ്റും, കൂട്ടുകാരെ അടുപ്പിക്കും. അങ്ങനെ ഒരു കാലം വരുമെന്ന് അള്ളാൻ്റെ ഹബീബ് പ്രവചിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ലേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? മാതാപിതാക്കളെ വേണ്ട, കൂട്ടുകാരു മതി. എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു. ദീന് വലിച്ചെറിയുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നു. അല്ല വേണ്ട, റസൂല് വേണ്ട, ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, എനിക്കെൻ്റെ ഇഷ്ടം പോലെ നടക്കണമെന്ന് ചിന്തിക്കുന്നൊരു പുതിയ തലമുറ. സമൂഹമേ, നമ്മൾ മുത്തുനബിയുടെ മീലാദിലൂടെ പൊതുസമൂഹത്തെ നന്മയിലേക്ക് ചേർത്തു പിടിക്കുക. ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയങ്ങളെ നാം ഉൾക്കൊള്ളുകയും പുതുതലമുറക്ക് കൈമാറുകയും ചെയ്യുക. ലിബറൽ ചിന്തകളെ വലിച്ചെറിഞ്ഞ് മുത്തുനബിയോടുള്ള പ്രണയ സംഗീതത്തിൽ ചേർന്നുകൊണ്ട് പുതിയൊരു സ്നേഹജീവിതം കെട്ടിപ്പടുക്കാൻ പുതുതലമുറയെ നമ്മൾ സ്നേഹത്തോടെ സമീപിക്കണം. കുറ്റപ്പെടുത്തൽ ഉപേക്ഷിക്കണം. അവരിലുള്ള നന്മയെ കാണണം. ആ നന്മകളെ പ്രോത്സാഹിപ്പിക്കണം. പൊതുസമൂഹത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഈ റബീഉ ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ സംസാരം കേട്ട ഓരോ സഹോദരങ്ങളും സഹോദരിമാരും പ്രാർത്ഥന നിർവഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളീ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രാമനാട്ടുകര ചെമ്മലിൽ ദർസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ചെമ്മലിൽ ദർസ് കാലത്തിൻ്റെ പുതിയ മാറ്റങ്ങൾക്ക് അനിവാര്യമായ മാറ്റം വരുത്തിക്കൊണ്ടാണ് മാഹിരിയ അറബി കോളേജ് എന്ന് പുനർനാമകരണം നിർവഹിച്ചത്. ആ മാഹിരിയ അറബി കോളേജിൽ നിന്ന് കൊടുക്കുന്ന ബിരുദമാണ് മാഹിരി പണ്ഡിതന്മാരുടെ അസോസിയേഷനാണ് മാഹിരീസ് അസോസിയേഷൻ. ദർസിലെ പഴയകാല പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഇഷാഅത്തുദ്ദീൻ. ഈ 2 പണ്ഡിത കൂട്ടായ്മകളാണ് ഈ ഒരു ദഅ്വ സംരംഭം നിങ്ങളിലേക്ക് ഓൺലൈൻ മുഖേന കൈമാറിയത്. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം. വിശിഷ്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന അൽഹാജ്
TK അബൂബക്കർ മുസ്ലിയാർ എന്ന ചെമ്മലിൽ ഖാളി, രാമനാട്ടുകരയിലെ ചെമ്മലിൽ മഹല്ലിൽ കഴിഞ്ഞ 43 വർഷക്കാലമായി വിജ്ഞാന പ്രസരണ മേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന പൊൻതാരകം. മാത്രമല്ല 50-ലധികം വർഷമായി ഷെയ്ഖുന ദർസ് മേഖലയിൽ പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 50 ആണ്ട് പിന്നിട്ട ദർസീരംഗത്ത് 50 ആണ്ട് പിന്നിട്ട ഷെയ്ഖുനായെ ആദരിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു സ്നേഹപൂർവ്വം ഷെയ്ഖുനായുടെ ദീർഘായുസ്സിനു വേണ്ടി, അവിടുത്തേക്കുള്ള ആരോഗ്യകരമായ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം. ആ പ്രിയപ്പെട്ട ഷെയ്ഖുനയുടെ തണലിലാണ് ഈ സംവിധാനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വളർച്ചയ്ക്ക്, ഇതിൻ്റെ ഉയർച്ചയ്ക്ക്, സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് നിങ്ങളുടെ എല്ലാം സ്നേഹവും പിന്തുണയും വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങൾ, മാഹിരിമാർ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന പണ്ഡിത ശ്രേഷ്ഠരാണ്. കഴിഞ്ഞ 10-20ഓളം വർഷമായി ആ ഒരു പണ്ഡിത നിരയെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഷെയ്ഖുനാക്ക് ഭാഗ്യമുണ്ടായി, അൽഹംദുലില്ലാ. എന്നാൽ അതിനു മുമ്പ് ധാരാളം പണ്ഡിതന്മാർ, വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത് ബാക്കവി ബിരുദം നേടിയവർ, അതുപോലെ തന്നെ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ഫൈലി ബിരുദം നേടിയവർ, നന്ദി ദാറുസ്സലാമിൽ നിന്ന് ദാരിമി ബിരുദം നേടിയവർ, ധാരാളം സ്ഥാപനങ്ങൾ, പയ്യന്നൂർ ജാമിയ അസ്ഹരിയയിൽ നിന്ന് അസ്ഹരി ബിരുദം വാങ്ങിയവർ, അങ്ങനെ ധാരാളം വിവിധ കോഴ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ബിരുദം നേടിയ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. അവരൊക്കെയും ഇന്ന് അൽഹംദുലില്ലാ ദീനീ ദഅവ മേഖലകളിൽ പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നു ഷെയ്ഖുനയുടെ തണലിൽ. ആ പ്രിയപ്പെട്ട ഉസ്താദിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം. ഈ കൂട്ടായ്മ വിജയിക്കണം. ഇതിൻ്റെ തുടർന്നുള്ള പദ്ധതികളിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയെല്ലാം സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റബീഅ ക്യാമ്പയിൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചതിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാം നാളെ ഹബീബിൻ്റെ സ്നേഹം നേടിയെടുക്കാൻ, ഹബീബിൻ്റെ ചാരയെത്താൻ, ഹബീബിൻ്റെ തിരുക്കരങ്ങളിൽ നിന്ന് കൗസറിനെ വാങ്ങി കുടിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു ചേർക്കട്ടെ. ഇതെല്ലാം അതിനൊരു സബബാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയിൽ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ശുക്രൻ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.